ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ചെറിയൊരു കഥയാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് ഗൾഫ് രാജ്യമായ ഒമാനിലേക്ക് ജോലിക്ക് വേണ്ടി വന്നതാണ്. ഇന്ന് 2-ാം ദിവസമായി അതിൻ്റെ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നാട്ടിൽ നിന്ന് ഇതുവരെയുള്ള 2 ദിവസത്തുള്ള എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഇതെൻ്റെ ഈ യൂട്യൂബ് ചാനലാണ് വരുൺ കാവേരി എന്ന്. കുറേ ഷോർട്സ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആദ്യം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 100-ൽ താഴെ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നാട്ടിൽ ഞാൻ കേരളയിൽ കാസർഗോഡാണ്. മുള്ളേരിയക്കടുത്ത് കാറെടുക്ക എന്ന ഗ്രാമത്തിൽ മൂടാംകുളം സ്വദേശിയാണ്. അപ്പോൾ ഏപ്രിൽ 7-ാം തീയതി രാവിലെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 9:15 എയർ ഇന്ത്യ ഫ്ലൈറ്റ് കയറി ഒമാൻ മസ്കറ്റിലേക്ക്. നാട്ടിലെ 12:45 ഉച്ചയ്ക്ക് 3.5 മണിക്കൂർ യാത്ര കൊണ്ട് അവിടെ എത്തി. അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു 3-4 മണിക്കൂർ യാത്ര ചെയ്ത് ഷിനാസ് എന്ന് പറയുന്ന സ്ഥലത്ത് കാറിലെത്തി. അത് ഒരു ഒമാനി ഡ്രൈവറായിരുന്നു അവിടെ എന്നെ എത്തിച്ചത്. എന്നിട്ട് അവിടെ അന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്തു. ഞങ്ങളെന്ന് പറയാൻ ഞാൻ മാത്രമാണ്. പിന്നെ ഇവിടുന്ന് എനിക്ക് ഇതുപോലുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പാകിസ്ഥാനി, ബംഗ്ലാദേശി, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് എനിക്ക് അവിടത്തേക്ക് ദിബ്ബയിലേക്കാണ് എനിക്ക് പോകേണ്ടത്. അവിടത്തേക്ക് ഡയറക്റ്റ് റോഡ് മാർഗം മസ്കറ്റിൽ നിന്ന് പോകാൻ പറ്റില്ല. ഇവിടെ ഷിനാസിൽ വന്നിട്ട് ഇവിടുന്ന് ഒരു ഷിപ്പ് മാർഗമാണ് അങ്ങോട്ട് ദിബ്ബയിലേക്ക് പോകേണ്ടത്. എന്തെന്ന് വെച്ചാൽ പോകുന്ന റോഡിൽ UAE ടച്ച് ചെയ്താണ് റോഡ് മാർഗം പോകേണ്ടത്. അപ്പോൾ അത് പറ്റാത്തത് കൊണ്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇവിടുന്ന് ഷിപ്പ് മാർഗം ഒരു 1 അവർ യാത്ര ചെയ്തിട്ടാണ് അങ്ങോട്ട് ദിബ്ബയിലേക്ക് എത്തേണ്ടത്. അങ്ങനെ അവിടത്തേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ 1-2 ദിവസം സ്റ്റേ ചെയ്തിട്ട് ഷിപ്പ് മാർഗമാണ് പോകുന്നത്. ആ സ്ഥലത്തേക്ക് പല പല ജോലിക്കായും പുതിയതായും വരുന്ന ആൾക്കാരൊക്കെ അത് രീതിയിലാണ് പോകുന്നത്. അങ്ങനെ ഈ ദിവസം വൈകുന്നേരമായി ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഇന്നത്തെ ദിവസം 2-ാമത്തെ ദിവസമായി. ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റു, ഒന്ന് കുളിച്ച് ഫ്രഷായി, അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇന്ത്യ വിട്ട് രാജ്യം വിട്ട് പുറത്ത് ആദ്യമായിട്ടാണെങ്കിലും എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇന്ന് രാവിലെ എൻ്റെ അവിടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ലീവിന് പോയിട്ടുണ്ടായിരുന്നു, ബംഗ്ലാദേശി ആൾ. ഇന്നിവിടെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായി ലീവ് കഴിഞ്ഞിട്ട്. എന്നിട്ട് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് ഷിപ്പിൽ പോകുന്നത്. ആ ആൾക്ക് അത്യാവശ്യം ഹിന്ദിയൊക്കെ നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് പിന്നെ നമ്മൾ സംസാരിച്ചു. പിന്നെ വേറൊരു ഷോപ്പിലേക്ക് എനിക്കൊരു പോകുന്ന ഒരാളെ മസ്കറ്റിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരാണ് ആ ഒരു കാറിൽ വന്ന. പുള്ളിക്കാരൻ തമിഴ്നാട് സ്വദേശിയാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയുന്നില്ല, എന്നാലും ഓക്കെ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന യാത്രാ വഴികളും എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോ ഷോർട്സ് വീഡിയോ ഒക്കെ ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതാണ്. അതിന് നിങ്ങളെല്ലാവരുടെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് ആ വീഡിയോ ചെയ്യാനുള്ള താല്പര്യവും ഇൻട്രസ്റ്റും എല്ലാം എനിക്ക് നല്ല രീതിയിൽ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ എന്നാൽ ഓക്കെ. ആദ്യമായിട്ടായിരിക്കും എൻ്റെ ഒരു ലെങ്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ വരുന്നത്. അപ്പോൾ ഓക്കെ, ഇനിയുള്ള വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബായ്. രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്താണിപ്പോൾ. അപ്പോൾ നോക്കാം എങ്ങനെ ഉണ്ട്, അടിപൊളിയാന്നൊക്കെ. ഓക്കെ.